മോനെ എന്താ ഇതൊന്നും നോക്കിയേ നീ വണ്ടി സ്റ്റാർട്ട് ആവണില്ലേ? ചേട്ടത് ബാറ്ററി കമ്മല്ല. അയ്യോ മോനെ ഇനിയിപ്പോ എന്ത് ചെയ്യ? അത് മാറ്റേണ്ടി വരും. പുതിയതിനപ്പൊ എന്ത് വരും? ഡിസ്കൗണ്ടും പഴയതൊക്കെ കഴിച്ചിട്ട് ഒരു 3,700 വരും. മോനെ നീ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഡിസ്കൗണ്ട് ചെയ്യടാ. ചേട്ടാ അത് മാക്സിമം കുറച്ചിട്ട് പറഞ്ഞിട്ടുള്ളോ. ചേട്ടാ ഒരു കാര്യം ചെയ്യും, 3,500 എന്നാ മതി. മോനെ നിനക്ക് എന്നെ മനസ്സിലായില്ലേ? ഇല്ല ചേട്ടാ, ഞാൻ നിന്റെ അപ്പന്റെ കൂട്ടുകാരനാടാ. അതെ, ഞങ്ങൾ ഒരുമിച്ച് കളിച്ച് ഒരേ പാത്രത്തിൽ ഉണ്ട് വളർന്ന ആളുകളാ. നിന്നൊക്കെ ഞാൻ എന്തോരം എടുത്താർന്നുള്ള നീ ആകെ മറന്നാ. നീ ഒരു 3 രൂപയ്ക്ക് പിടിക്കും. ചേട്ടാ ഞാൻ ലാസ്റ്റ് ഒരു 3,300 ആയിട്ട് ചെയ്യാം. ഇനി ഇതിലൊന്നും കുറയ്ക്കല്ലേ. 3,300 അല്ലേ? സാരില്ല, നീ അല്ലേ എടുക്ക്. 1 week later. ഇത് വർക്ക് ചെയ്യില്ലല്ലോ. ചേട്ടാ ചാർജ് ഇറങ്ങി പോയതാ. ചേട്ടാ വല്ല ഹെഡ്ലൈറ്റ് എങ്ങനെ ഓൺ ആക്കിയില്ലേ, എന്തെങ്കിലും ചെയ്താ? പിന്നെ എനിക്കെന്താ ബോധല്ലേ? അല്ല ചേട്ടാ ഇത് ചാർജ് ഇറങ്ങി പോയതാ. നാളേക്ക് ചാർജ് ചെയ്തിട്ട് തരാം. നീ വലിയ വർത്താനം പറയണ്ട. ഈ സാധനം ഇപ്പൊ മാറ്റി കിട്ടും. കംപ്ലൈന്റ് ആണെങ്കിൽ കമ്പനിയിൽ നിന്ന് വേറെ മാറ്റി കിട്ടുള്ളൂ. അതൊന്നും എനിക്കറിയണ്ട. ഈ സാധനം മാറ്റുന്ന കട ഞാൻ തല്ലി വിളിക്കും. ചേട്ടൻ എന്തെങ്ങനെ പറയണേ? ചേട്ടൻ്റെ അപ്പന്റെ കൂട്ടുകാരനല്ലേ? നാളെ തരാം ചേട്ടാ. എനിക്കിത് ഇപ്പൊ കിട്ടണം. ഞാനേ കുങ്ഫു മൂക്കെ അടിച്ച് പൊളിക്കും. അങ്ങനെയാണോ? രജീഷ താൻ എന്റെ മൂക്കടിച്ച് പൊളിച്ചിട്ട് ഈ കടയിൽ നിന്ന് പോകും. തന്റെ തല ഞാൻ അടിച്ച് പൊളിക്കും. ഒരു തമാശ പറയുമ്പോഴേക്കും കാര്യമായിട്ട് എടുക്കാം. ഒന്നുമില്ലെങ്കിൽ നിന്റെ അപ്പന്റെ കൂട്ടുകാരനല്ലടാ ഞാൻ. എന്താ പ്രശ്നം? ഹേയ് ഒന്നുമില്ല, ഞാനും നിന്റെ അപ്പന്റെ കൂട്ടുകാരനാണ്. അപ്പൊ പിന്നെ ഞാനാരാ? നിനക്ക് ഞാനാണ്ട് വേറെപ്പെട്ടാ. ഞാൻ നാളെ വരാം.